ഗായ്സ്, വെൽക്കം ടു കാർട്ടേഴ്സ് വ്ലോഗ്സ്. നമ്മൾ ഇന്ന് ഇവിടെ ഹംപിയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം റോയൽ എൻക്ലോസർ ആണ്. ഇതിനകത്തൊരു മഹാനവമി പ്ലാറ്റ്ഫോമും ഇങ്ങിൻ്റെ ഓഡിയൻസ് ഹാളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാം. ഈ റോയൽ എൻക്ലോസർ എന്ന് പറഞ്ഞാൽ 3 വലിയ മതിലുകളിൽ നിന്ന് വെച്ച് ആണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ആകെ മൂന്ന് എൻട്രൻസുകളെ ഉള്ളൂ ഇതിനകത്ത്. കാണാമല്ലോ ആ മലകളും. നമ്മൾ ഇതുവഴിയാണ് കയറുന്നത്. ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ പണിയിട്ടുണ്ട് ഈ ഇതിനെ മണ്ടയ്ക്കോട്ട് കയറാൻ. വലിയ പാറക്കൂട്ടങ്ങളുണ്ടെങ്കിൽ അതിന്റെ മണ്ടയ്ക്കൂടെ വരിക. പാറ ഒന്നും ചെയ്യാതെ തന്നെയാണ് പണിഞ്ഞേക്കുന്നത്. ആ പാറയുടെ മണ്ടയ്ക്കൂടെ ചുമ്മാ പണിഞ്ഞേക്കുക. പാറയൊന്നും ചെയ്തിട്ടില്ല, അതിനു വേണ്ടി കല്ലിലൊന്നും ചുമ്മാ വെച്ചേക്കാണ്. എന്നിട്ടും ഇത്രയും സ്ട്രോങ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇത്ര നാളൊക്കെ കഴിഞ്ഞിട്ടും, വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ സ്ഥലം സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. ഇതാണ് ആദ്യത്തെ എൻട്രൻസ്. ഇവിടെ കുറെ ആനയുടെയൊക്കെ കൊത്തുപണികളൊക്കെ ഉണ്ട്. നമുക്ക് കയറാം. ഈ കാണുന്നതാണ് മഹാനവമി പ്ലാറ്റ്ഫോം. മഹാനവമിക്ക് പണ്ട് ഇവിടെ ഇതിന്റെ മഹാനവമി പ്ലാറ്റ്ഫോം വിളിക്കും, മഹാനവമി ദീപാന്നും വിളിക്കും. അപ്പൊ ഈ സ്ഥലത്താണ് പണ്ട് മഹാനവമിയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പരിപാടി അവിടെ ആയിരുന്നു. ആ ഒരു സ്റ്റേജ് പോലത്തെ ഈ സാഹചര്യം മണ്ടയ്ക്കാണ് മഹാനവമിയുടെ പെർഫോമൻസ് നടക്കുന്നത്. അങ്ങനെ മണ്ടയ്ക്ക് സ്റ്റെപ്പൊക്കെ ഉണ്ട്. കൊത്തുപണികളൊക്കെ ഉണ്ട്. കണ്ടല്ലേ, ആനകൾ യുദ്ധം ചെയ്തതും മനുഷ്യരും ആനകളുമായിട്ടുള്ള യുദ്ധവും എല്ലാം ഉണ്ട്. രണ്ടുപേര് നിൽക്കുന്നതൊക്കെ ഉണ്ട്. നിറയെ കൊത്തുപണികളുണ്ട്. വളരെ മനോഹര സ്ഥലമാണ്. ഇവിടുന്ന് ആ ഒരു റോയൽ എൻക്ലോസർ മൊത്തം കാണാം. നമുക്കത് മഹാനവമി പ്ലാറ്റ്ഫോമിന് വേണ്ട കയറാം. ഈ കാണുന്ന സ്ഥലത്താണ് മഹാനവമി പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇവിടെ ഇത് പണ്ട് നടന്നിരുന്നത് പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അവിടെ പരിപാടി നടക്കും. അപ്പോൾ മറ്റുള്ളവർ തറയിൽ നിന്ന് കാണും. ഇവിടെ രാജാവൊക്കെ ഇരുന്ന് നമുക്കറിയില്ല. ഇവിടുന്ന് തന്നെ വളരെ മനോഹരമായ ഒരു വ്യൂ ആണ് ഹംപിയുടെ കിട്ടുന്നത്. ഒരിക്കലും എന്നേലും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. ഇവിടെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. താഴോട്ട് ഇറങ്ങാനുള്ളതാണ്. 2 സൈഡായിട്ടുണ്ട്. ഇത് നേരെ താഴോട്ട് ഇറങ്ങും. നമുക്ക് ഇറങ്ങി നോക്കാം എന്താണ്. ഇവിടെ കുറെ കൊത്തുപണികളും ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു എക്സിറ്റും ഉണ്ട്. ഒരു ഫുൾ സ്റ്റെപ്പാ. പക്ഷെ അപ്പോഴേ നമ്മൾ ഇതുവഴി റോയൽ എൻക്ലോസറിന്റെ പുറത്തെത്തില്ല. നമ്മളിപ്പോൾ റോയൽ എൻക്ലോസറിന്റെ അടുത്താണ്. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇവിടെ നിറയെ കുത്തുപണികളുണ്ട്. കണ്ടില്ലേ, ആനകളുടെയാണ് കൂടുതൽ. ആനകളുടെയും കുതിരകളുടെയും മനുഷ്യരുടെയും യുദ്ധത്തിന്റെ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇവിടെ ഡാൻസ് കളിക്കുന്നവർ കുറച്ചുകൂടെയൊക്കെ ഉണ്ട്. തിരിച്ച് വീണ്ടും ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നമുക്കിനി മറ്റേ കാഴ്ചയിലേക്ക് കിടക്കാം. ഇനി ഇവിടെ കുറെ നേരത്തെ ശേഷിപ്പുകളുണ്ടെന്ന് പറയാം. കാരണം പകുതി നശിച്ചു പോയിട്ടുണ്ട്. കാരണം പണ്ട് ഇവിടെ യുദ്ധം ചെയ്യാൻ വന്ന ഡൽഹി എന്ന് പറയാൻ പറ്റില്ല, മുസ്ലിം സുൽത്താനേറ്റ്സ് ഇവരെ ആക്രമിച്ച് കീഴടക്കി. അങ്ങനെ തന്നെയാണ് ഈ വിജയനഗര സാമ്രാജ്യം ഇല്ലാതായത് തന്നെ. മുസ്ലിം സുൽത്താനേറ്റ്സിന് മാത്രമല്ല, മറാത്താസും വരെ ആക്രമിക്കാൻ വരാറുണ്ടായിരുന്നു. ഇവിടെ കുറേ ഇതേപോലെ പൊളിഞ്ഞു കിടക്കുന്ന സംഭവങ്ങളുണ്ട്. അവിടെ ഒരു അക്വാഡേറ്റ് ഉണ്ട്, വെള്ളം കൊണ്ടുപോകാനുള്ളത്. ഇവിടെ ഒരു കുളവും ഉണ്ട്. നമുക്ക്
പൊട്ടിപ്പോയ ശില്പങ്ങൾ ആ ഒരു കൊത്തുപണികളുടെ ഭാഗമൊക്കെ വെച്ചിട്ടുണ്ട്.